ഒരു തെരഞ്ഞെടുപ്പ് വന്നാലേ ചില മനുഷ്യരുടെയൊക്കെ മാറ്റം, ഞാൻ പറഞ്ഞത് ഭൗതികമായിട്ടുള്ള മാറ്റമാണ്, തെരഞ്ഞെടുപ്പ് ഫണ്ട് അടിച്ചു മാറ്റിയുള്ള മാറ്റത്തെക്കുറിച്ചാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. BJP തിരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറിയിൽ സംസ്ഥാന നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി പരാതി പ്രളയം. ന്യൂനപക്ഷ വോട്ട് പിടിക്കാൻ 2 കോടി രൂപ വാങ്ങിയെന്ന ആക്ഷേപം മുതൽ സ്ഥാനാർത്ഥികൾക്കും മണ്ഡലം ഭാരവാഹികൾക്കുമെതിരെ പണം തിരിച്ചടയ്ക്കാൻ നിർദ്ദേശം നൽകിയെന്ന വിവരങ്ങളും പുറത്തുവരുന്നു. CCTV ദൃശ്യങ്ങൾ കാണാതായ സംഭവവും പാർട്ടി ഫണ്ട് ദുരുപയോഗം ചെയ്തുവെന്ന പരാതികളും ഉൾപ്പെടെ തിരുവനന്തപുരം, കോഴിക്കോട്, തൃശൂർ, എറണാകുളം ജില്ലകളിൽ വ്യാപക അന്വേഷണം ആവശ്യപ്പെട്ട പരാതികൾ ഉയരുകയാണ്. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഒരു തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി ചില ജില്ലകളിലെയൊക്കെ പ്രാദേശിക നേതാക്കൾക്കൊക്കെ പുതിയ വീട് വന്നു, പുതിയ കാറ് വന്നു, സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെട്ടു എന്നറിയുന്നുണ്ട്. അപ്പോ ചുരുക്കത്തിൽ പരാതി പ്രളയമാണോ ഇപ്പോൾ സംസ്ഥാന ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കാൻ 2 കോടി വാങ്ങിയ നേതാവിനെ കുറിച്ചും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായിട്ടും. അതായത് തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പാണ് ആദ്യ വാർത്തകളായി പുറത്തു വന്നത്. അത് കൊടി വാങ്ങിയതുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നു. സൗജന്യമായി കിട്ടിയ കൊടികൾ അത് ഓരോ മണ്ഡലം കമ്മിറ്റിക്കും പണം വാങ്ങി വിതരണം ചെയ്തു തുടങ്ങി സംസ്ഥാന കമ്മിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാന നേതാക്കന്മാർക്കെതിരെയായിരുന്നു തുടക്കത്തിലെ ആരോപണങ്ങളെങ്കിൽ ഇപ്പോൾ പരാതി പ്രളയമാണ്. ഓരോ മണ്ഡലത്തിലും ഓരോ ജില്ലകളിലും വ്യത്യസ്തമായ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അവിടുത്തെ ഓഫീസിലെ CCTV കാണാതായതുമായി ബന്ധപ്പെട്ട് പരാതി ഉയരുന്നു. കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ ന്യൂനപക്ഷ വോട്ട് വാങ്ങും എന്ന് പറഞ്ഞ് ന്യൂനപക്ഷ വോട്ട് പിടിക്കാൻ എന്ന പേരിൽ 2 കോടി വാങ്ങി എന്നുള്ളൊരു പരാതി. ആ പൈസ തിരിച്ചടയ്ക്കണം എന്ന് സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം വോട്ട് വാങ്ങാൻ പണം വാങ്ങി, പക്ഷെ വോട്ട് കിട്ടിയില്ല, അതുകൊണ്ട് പണം തിരിച്ചടയ്ക്കണം എന്നൊരു ആക്ഷേപം ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം ചില നേതാക്കന്മാർ അവരുടെ സഹകരണ ബാങ്കുകളിലെ വായ്പകൾ തീർത്തു എന്ന ആരോപണമുണ്ട്. അപ്പോൾ നിരവധി പരാതികൾ കോഴിക്കോട് ജില്ല, എറണാകുളം ജില്ല, തിരുവനന്തപുരം ജില്ല, ഈ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഉണ്ട്. എറണാകുളം ജില്ലയിലാണെങ്കിൽ സിനിമാ താരങ്ങളെ സ്ഥാനാർത്ഥിയാക്കാൻ, അത് BJPക്ക് മാത്രമല്ല 2020 വേണ്ടി പോലും സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി പണം ഓഫർ ചെയ്തു. പക്ഷെ ആ ഓഫർ ചെയ്ത പണം പല താരങ്ങൾക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആ താരങ്ങൾ തന്നെ ഇപ്പോൾ നേരിട്ട് സംസ്ഥാന അധ്യക്ഷന് പരാതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ താരങ്ങൾക്ക് പക്ഷെ പണം കൊടുക്കാൻ വേണ്ടി ആ ഇടനില നിന്ന ആളുകൾ പണം കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് താരങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വലിയ തുകയാണ് താരങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ തുക കൈപ്പറ്റേണ്ടവർ കൈപ്പറ്റി, പക്ഷെ താരങ്ങൾക്ക് അത്രയും തുക കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥിക്ക് കൊടി വാങ്ങി അതിന് സ്റ്റിക്കർ ഒട്ടിക്കാൻ മുതൽ എല്ലാ തരത്തിലുമുള്ള ഫണ്ട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. വോട്ട് പിടിക്കാൻ, അതായത് ആ മണ്ഡലത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള വോട്ടുകൾ പിടിച്ചെടുക്കാൻ, വോട്ട് നേടിയെടുക്കാൻ വേണ്ടി പർച്ചേസിങ് വോട്ട് എന്നാണ് പറയുന്നത്. ആ വോട്ട് പർച്ചേസിന് വേണ്ടി പോലും പണം എഴുതി വാങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് രഞ്ജിത്ത്, ഒരു പ്രേക്ഷകർ ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. സതീഷ് കുമാറാണ്. BJP മെമ്പർഷിപ്പ് എടുക്കാൻ ആരെ കാണണം? അടുത്ത ഇലക്ഷനെങ്കിലും ഒരു കാറ് വാങ്ങണം എന്ന് പറയുന്നുണ്ട്. വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്നാണോ മനസ്സിലാക്കേണ്ടത് രഞ്ജിത്ത്? പല തലങ്ങളിലുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് അല്ലേ? നമ്മൾ ഒരു നേതാവ്, തിരുവനന്തപുരത്തിന് ഒരു നേതാവിന് സ്വന്തമായിട്ട് കാറൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് കാർ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാറ് വിട്ടു നൽകാമെന്ന് പറഞ്ഞു. ആ കാറ് ആണ് ഒരു ദിവസം 27 മണിക്കൂർ ഓടി അത്ഭുതം സൃഷ്ടിച്ചത്. ഒരു ദിവസം 27 മണിക്കൂറേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ആകെ 24 മണിക്കൂറേ ഉള്ളൂ. 3 മണിക്കൂർ കൂടെ അധികമാണ് പുള്ളി വൗച്ചറിൽ എഴുതി ഒപ്പിട്ട് വാങ്ങിയത്. ഇങ്ങനെയൊക്കെയാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ സംഭവം ശരിയാണ്. PK കൃഷ്ണദാസനെ പൂർണ്ണമായും തള്ളുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും. അതായത് പാർട്ടി നേതാക്കന്മാർക്ക് ഒരിക്കലും ഇത് തുറന്ന് സമ്മതിക്കാനോ അവർക്ക് പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലൊരു പരാതി ഉണ്ടെന്ന് പറയാനോ സാധ്യമല്ല. ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ തലങ്ങളിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. കോഴിക്കോട് ഒരു മണ്ഡലം പ്രസിഡന്റ് കോർ കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും പോലും ചെയ്തിട്ടുണ്ട്. കാരണം അതെല്ലാം തന്നെ ഈ അവതരിപ്പിക്കുന്ന കണക്ക് കേൾക്കുമ്പോഴാണ് ഈ മണ്ഡലം ഭാരവാഹികൾ ഇത്രയും തുക ഈ മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് അന്തം വിട്ട് നോക്കുന്നത്. അപ്പോൾ അവർ കാണാത്ത തുക ചെലവഴിച്ചതായി കണക്ക് അവതരിപ്പിക്കുമ്പോൾ അവർ ഇറങ്ങിപ്പോകുന്നു. അവർ സംസ്ഥാന അധ്യക്ഷന് പരാതി കൊടുക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്ത ആളുകളുണ്ടാവും. സ്ഥാനാർത്ഥികൾ ചിലപ്പോൾ വോട്ട് പിടിക്കാനുള്ള ഓട്ടത്തിലാവും, പക്ഷെ ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്തവർക്ക് ചാകരയായിരുന്നു എന്നുള്ളതാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത. ഓക്കെ, താങ്ക് യു VS രഞ്ജിത്ത്.